x is equal to 1 plus 4t, y is equal to 5 minus 4t, z is equal to minus 1 plus 5t is a line passing through the point 1, 5, minus 1 and parallel to the vector 4, minus 4, 5. Similarly, L2 is a line passing through the point 2, 4, 5 and parallel to the vector L1 is passing through the point L1 is passing through the point 1, 5, minus 1 4i minus 4j plus 5k. Similarly, L2 is a line passing through the point 2, 4, 5 and parallel to the vector 8i minus 3j plus k. അപ്പോൾ ഈ രണ്ട് ലൈൻസും L1 എന്ന ലൈനും L2 എന്ന ലൈനും പാരലൽ ആവണമെങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സും പാരലൽ ആവണം. അപ്പോൾ ഈ രണ്ട് 4i minus 4j plus 5kയും 8i minus 3j plus kയും പാരലൽ ആവണം. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവ പാരലൽ ആവത്തുള്ളൂ, അല്ലേ? അല്ലേ? അപ്പോ നോക്കാം. L1 is a line passing through the vector 1, 5, minus 1 and parallel to the vector A is equal to 4i plus minus 4j plus 5k. L2 is a line. L2 is a line is parallel to the vector B is equal to 8i minus 3j plus k. അപ്പോൾ ഈ എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും L1ഉം L2ഉം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. L1ഉം L2ഉം പാരലൽ ആവണമെങ്കിൽ എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും എന്താവണം? L1 എന്ന വെക്ടറും L2 എന്ന വെക്ടറും L1 എന്ന വെക്ടറും L2 എന്ന വെക്ടറും L1 എന്ന ലൈനും L2 എന്ന ലൈനും പാരലൽ ആവണമെങ്കിൽ എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും പാരലൽ ആവണം. പക്ഷെ ഇവിടെ എ ഇസ് ഈക്വൽ ടു 4i അല്ലെങ്കിൽ പ്ലസ് L1 is equal to 4i minus 4j plus 5k and B is 8i minus 3j plus k. എയും ബിയും ഇങ്ങനെയുള്ള രണ്ട് വെക്ടേഴ്സ് ആണ്. പക്ഷെ എന്തല്ല, എ ഇസ് എ നോട്ട് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് ബി ആണ്, ശരിയല്ലേ? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ith കമ്പോണന്റ് മാത്രം 8 ആവും, ബാക്കി അങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ എ is not a scalar multiple of b അല്ലെങ്കിൽ b is not a scalar multiple of a. പോലെ clearly a and b are not parallel. 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 The reason, since clearly a and b are not parallel, since neither is a scalar multiple of the other.
neither A is not a scalar multiple of B and B is not a scalar multiple of A. Since neither is a scalar multiple, neither is a scalar multiple of the other, thus the given lines are not parallel. Thus L1 and L2 are not parallel. L1 എന്ന വെക്ടറിന് പാരലൽ ആണ് A എന്ന വെക്ടർ, L2 എന്ന വെക്ടറിന് പാരലൽ ആണ് B എന്ന വെക്ടർ. A എന്ന വെക്ടറും L1 L2 പാരലൽ ആകുമെങ്കിൽ ഉറപ്പായിട്ട് A എന്ന വെക്ടറും B എന്ന വെക്ടറും പാരലൽ ആകണമല്ലോ. A എന്ന വെക്ടറും B എന്ന വെക്ടറും പാരലൽ അല്ലാത്തതുകൊണ്ട് L1 എന്ന ലൈനും L2 എന്ന ലൈനും പാരലൽ അല്ല. Thus L1 and L2 are not parallel. ഈ ലൈൻസ് പാരലൽ അല്ല. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പാരലൽ ആണോ എന്നാണ്. അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പാരലൽ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യൂ. 3 സ്പേസിലാണ്. 2 സ്പേസിലാണെങ്കിൽ നമ്മൾ പറയും പാരലൽ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുമെന്നാണ്. പാരലൽ അല്ലെങ്കിൽ ഉടനെ പറയും ഇന്റർസെക്ട് ചെയ്യണം. പക്ഷെ 3 സ്പേസിലാണെങ്കിൽ പാരലൽ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യണമെന്നില്ല. 3 സ്പേസിലെ ലൈനാണ്. അപ്പോൾ പാരലൽ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കേണ്ടി വരും പ്രത്യേകിച്ച്. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്റർസെക്ട് ചെയ്യുന്നെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സപ്പോസ് L1 and L2 intersect at some point. L1 and L2 intersect at some point x0, y0, z0 in 3 space. അപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? L1 L2 ഇന്റർസെക്ട് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് x0, y0, z0 ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്ത് ഉറപ്പായിട്ട് ഈ പോയിന്റ് L1നെയും സാറ്റിസ്ഫൈ ചെയ്യും, L2നെയും സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ? x0, y0, z0 എന്ന പോയിന്റിലാണല്ലോ ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ L1ലും ഉണ്ടാവും L2ലും ഉണ്ടാവും. So these coordinates would have to satisfy the equations of both lines. Therefore, these coordinates would have to satisfy the equation. Would have to satisfy the equation of both L1 and L2. അല്ലെ? L1 എന്ന ലൈനിനെയും L2 എന്ന ലൈനിനെയും x0, y0, z0 എന്ന പോയിന്റ് സാറ്റിസ്ഫൈ എന്ന് വെച്ചാൽ എന്റെ മീനിങ് എന്താ? അതായത് L1 എന്ന ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം. L1 എന്ന ലൈനിലെ ഈ പോയിന്റ് ആണ് x0, y0, z0. അപ്പോ L1 എന്ന ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. L1 എന്ന ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആയിരിക്കും ടിന് ഏതോ ഒരു ആർബിട്രറി വാല്യൂ T1 കൊടുക്കുമ്പോഴാണ് ഇവിടെ പോണത് ഈ പോയിന്റിൽ പോകുന്നതെന്ന് വിചാരിക്കുക. അതേപോലെ L2 എന്ന ലൈനും x0, y0, z0 സം T2. Therefore, there exist values small t1 and t2. There exist values t1 and t2 for the parameters such that
for the parameters such that അതായത് x0 is equal to 1 plus 4t1, y0 is equal to 5 minus 4t1 എല്ലാം ഒന്നല്ല എൻ്റെ കാര്യം, കോമ z0 is equal to minus 1 plus 5t1. അതായത് ടിക്ക് t1 കൊടുക്കുമ്പോഴാണ് എല്ലാം എന്ന ലൈൻ x0 y0 z0 ഇപ്പോൾ പാസ് ചെയ്യുന്നത്. അതേപോലെ ടിക്ക് t2 കൊടുക്കുമ്പോഴാണ് l2 എന്ന ലൈൻ x0 y0 z0 കൂടി പറയുന്നത്. അപ്പോൾ l2 പാസ് ചെയ്യുന്നത് x0 2 plus 8t1, y is equal to 4 minus 3t2, z0 is equal to 5 plus t2. അപ്പോൾ ടിക്ക് t2 കൊടുക്കുമ്പോഴാണ് രണ്ടാമത്തെ ലൈൻ x0 y0 z0 കൂടി പാസ് ചെയ്യുന്നത്. കാരണം അത് ശരിയാവണമെന്നില്ലല്ലോ, രണ്ടും ഒരേ പോയിന്റ് ഒരേ ടി ആവണമെന്നില്ല. കാരണം ടി ആർബിട്രറി ആണ്, ടിക്ക് ഒരുപാട് വാല്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പൊ ടിക്ക് t1 കൊടുക്കുമ്പോഴാണ് ഒന്നാമത്തെ ലൈൻ x0 y0 z0 കൂടി പാസ് ചെയ്യുന്നത്. ടിക്ക് t2 കൊടുക്കുമ്പോഴാണ് രണ്ടാമത്തെ ലൈൻ x0 y0 z0 കൂടി പാസ് ചെയ്യുന്നത്. എന്തായാലും രണ്ട് കോർഡിനേറ്റ്സും x0 y0 z0 ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. x0ന്റെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താവും, 1 plus 4t1 ഉം 2 plus 8t2 സെയിം ആവും. y0 അനുസരിച്ചാണെങ്കിലോ 5 minus 4t1 ഉം 4 minus 3t2 സെയിം ആവും. -1 plus 5t1 ഉം 5 plus t2 സെയിം ആവും. ഇങ്ങനെ സെയിം ആവുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 3 ഇക്വേഷൻസ് കിട്ടി, 2 അൺനോൺസേ ഉള്ളൂ. അപ്പോ നമ്മൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നു. സർ ഒന്നാമത്തെ -1 അല്ലേ? -1 plus 1 plus 4t1 2 plus 8t2 5 minus 4t1 എന്ത് പറ്റി, എന്ത് പറഞ്ഞേ? പിന്നെ നിങ്ങൾക്ക് ഓക്കെ ശരി. അപ്പോഴേ നമ്മൾ പറയാൻ പോണത് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തെന്ന് പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല, നമ്മൾ വിചാരിക്കും പോലെയൊക്കെ ശരിയാവും. അപ്പൊ അത് ശരിയാവണമെങ്കിൽ എന്താവണം, ഇത് ശരിയാകണമെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലോജിക്ക് എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ 2 അൺനോൺസ് ഇല്ലേ ഉള്ളൂ. 2 അൺനോൺസിനെ കിട്ടാൻ 2 ഇക്വേഷൻ മതി. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള 2 ഇക്വേഷൻ എടുക്കാം. ഞാൻ ഇക്വേഷൻ 1ഉം 2 ഇക്വേഷൻ 2ഉം കൂടെ എടുത്ത് സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുമ്പോൾ t1നും t2നും ഓരോ വാല്യൂസ് കിട്ടുമല്ലോ. ഈ വാല്യൂസിനെ എടുത്തിട്ട് മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ഉറപ്പായിട്ട് x0 y0 z0 ഇന്റർസെക്ട് ചെയ്യും. ഇവിടുന്ന് ഈ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ സാറ്റിസ്ഫൈ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന t1ന്റെയും t2ന്റെ വാല്യൂസ് ഇക്വേഷൻ 3നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഈ L1 എന്ന ലൈനും L2 എന്ന ലൈനും x0 y0 z0 എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യൂല. x0 y0 z0 എന്നൊരു ആർബിട്രറി പോയിന്റ് അല്ലേ, ഒരു ആർബിട്രറി പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യില്ലെങ്കിൽ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യൂല. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ട ലോജിക്ക് എന്താണ്, ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും സോൾവ് ചെയ്ത് t1ഉം t2ഉം കണ്ടുപിടിക്കുക. അതിനെ ആ കിട്ടുന്ന വാല്യൂസിനെ എടുത്തിട്ട് മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ എന്ത് ചെയ്യാം, സോൾവിങ് ദ ഇക്വേഷൻസ് 1 and 2. സോൾവിങ് ഇക്വേഷൻ 1 and 2. ഈ ഇക്വേഷൻ 1 ആരാ, 1 plus 4t is equal to 2 plus 8. നമുക്കൊരു കാര്യം ഭംഗിക്ക് വേണ്ടി 4t1 minus 8t2 is equal to 2 minus 1. അപ്പോൾ 4t1 minus 8t2 is equal to 2 minus 1 അല്ല. 4t1 minus 8t2 4t1 minus 8t2 is equal to 1. അടുത്ത് രണ്ടാമത്തെ തന്നെ 4t1 3t2 അപ്പോൾ മൈനസ് 4t1 പ്ലസ് 3t2 അല്ലെ, ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 4t1 പ്ലസ് 3t2 is equal to 4 minus 5 minus 1 ആവും. അപ്പോൾ
minus 4t1 plus 3t2 minus 4t1 plus 3t2 is equal to minus 1. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാൻ പറഞ്ഞു. ഇതാണല്ലോ ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇവ നമ്മൾ ആഡ് ചെയ്താൽ എന്താവും? രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യില്ല. 4t1 minus 4t1 0. 8 minus 8ഉം 3യും കൂടി minus 5t2. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ t2 എന്താവും? 0 ആവും. t2 0 ആണ്. t2 0 ആണ്. ഇക്വേഷൻ 1 എന്താവും? ഇക്വേഷൻ 1 becomes t2 ന് 0 കൊടുത്താൽ 4 into 0 minus 8t2 is equal to 1. 8t2 is equal to minus 1. എവിടെ കൊടുക്കണേ? t2 നല്ലേ കൊടുക്കണ്ടേ? നമുക്ക് t2 അല്ലേ കിട്ടേ? 4t1 plus minus 8 into 0 is equal to 1. അപ്പോൾ ഇവിടെ നിന്ന് 4t1 is equal to 1 എന്നാവും. t1 എന്താവും? 1/4 ആവും. അപ്പോൾ t2 0യും t2 is equal to 0 and t1 is equal to 1/4 in third equation. But then third equation എന്തായിട്ട് മാറുമോ? Then third equation becomes സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ അതല്ലേ? എന്താവും? -1 plus 5t1 is equal to 5 plus t2. -1 plus 5t1 is equal to -1 plus 5t1 is equal to 5 plus t2. -1 plus 5t1 is equal to 5 plus t2. Base -1 plus 5/4 is equal to 5 plus 0. ഇവിടെ -4 plus 5 അല്ലേ? 1/4 is equal to 5. 1 is equal to 20 എന്നൊക്കെ വരും എന്താകുമ്പോൾ. അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ അല്ലേ? ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. അങ്ങനെ സംഭവിക്കില്ല. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? ഇന്റർസെക്ട് ചെയ്യുമെന്ന് എടുത്തു അല്ലേ? Therefore the given lines do not intersect. The given lines do not intersect. അല്ലേ? അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡു ദ ലൈൻസ് ഇന്റർസെക്ട് എന്നുള്ളതായിരുന്നു അല്ലേ? പാരലൽ അല്ല, ഇന്റർസെക്റ്റിംഗ് ചെയ്യില്ല. അപ്പോ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? The given lines are skew lines. അപ്പോൾ prove that the given lines are skew lines എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇത്രയും പണി ചെയ്യേണ്ടി വരും. ഇന്റർസെക്ട് ചെയ്യില്ലെന്ന് കാണിക്കേണ്ടി വരും. ആദ്യം പാരലൽ അല്ലെന്ന് കാണിക്കേണ്ടി വരും. രണ്ടാമത് ഇന്റർസെക്ട് അല്ലെന്ന് കാണിക്കേണ്ടി വരും. പ്രൂവ് ദാറ്റ് ദ ഗിവൺ ലൈൻസ് ആർ ഇന്റർസെക്ട് സ്ക്യൂ ലൈൻസ് എന്ന എക്സേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോ സ്ക്യൂ ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ക്യൂ ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? Two lines in three space. Two lines in three space that are not parallel and do not intersect. That are not parallel and do not intersect. Are called do not intersect are called skew lines. Two lines in three space that are not parallel and do not intersect are called skew lines. The above example is the above notes L1 and L2. The lines L1 and L2
in the above example, in the above question, is an example of a skew line. Is an example of skew lines. Is an example of skew lines. Skew lines an example ആണ് നമ്മൾ കൊടുത്തിരുന്നത് അല്ലേ? Find parametric equations describing the അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ലൈൻ സെഗ്മെന്റ് എന്താണോ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ, ലൈൻ എന്ന് വെച്ചാൽ ഒരു കൺട്രോൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? എവിടെയാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് P1 മുതൽ P2 വരെയുള്ള ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഇനി P1ന് ശേഷവും P1ന് മുമ്പും P2ന് ശേഷമുള്ള ആൾക്കാരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ കണക്കി വരില്ല. ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ sometimes one is not interested in an entire line, but rather some segment of line. നമുക്ക് മൊത്തത്തിന്റെ ആവശ്യമില്ല അല്ലേ? So parametric equation of line is like this: x0 x is equal to x. Parametric equation of a line passing through the point x0, y0, z0 is x0 plus at, y0 plus bt, z0 plus at. Here t has no limit. t ക്ക് എന്ത് വേണം അസ്യൂം ചെയ്യാം. പക്ഷേ ഒരു ഫിക്സഡ് പോയിന്റ് മുതൽ മറ്റൊരു ഫിക്സഡ് പോയിന്റ് വരെയുള്ള ലൈൻ സെഗ്മെന്റിന്റെ മാത്രം കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ, ഇവിടെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് x is equal to x, equation of the line segment passing through a point x0, y0, z0, equation of a line segment passing through the point x0, y0 and parallel to a vector ai plus bj plus ck is x is equal to x0 plus at, y is equal to y0 plus at, z is equal to z0 plus ct, where 0 less than or equal to t less than or equal to 1. t ക്ക് ഒരു ലിമിറ്റ് കൊടുക്കും. നമ്മൾ 0 മുതൽ 1 വരെയുള്ള റിയൽ നമ്പേഴ്സ് മാത്രം t ക്ക് കൊടുത്താൽ മതി. 0ക്ക് മുമ്പുള്ളതോ 1ന് ശേഷമുള്ളതോ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ഒന്നും t ക്ക് കൊടുത്തു കളയരുത്. അല്ലെങ്കിൽ P1ന്റെ പുറത്തും P2ന്റെ പുറത്തുള്ള പോയിന്റ്സ് ആയിപ്പോകും. നമുക്ക് P1 മുതൽ P2 വരെയുള്ള പോയിന്റ്സ് മതി. അപ്പോൾ എന്ത് മതി? Equation of the line segment passing through the point ഇതാണ് x0, ഇതാണ് x0, y0, z0 and parallel to the vector ai plus bj plus ck is this. x0, y0, z0 ഇവിടെ അല്ല വരുന്നത്, ഇവിടെ ഏതെങ്കിലും ഒരു എൻഡ് വരും. ലൈൻ സെഗ്മെന്റിന്റെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അത് സൂക്ഷിക്കണം. ലൈനിന്റെ ക്വസ്റ്റ്യനും ലൈൻ സെഗ്മെന്റിന്റെ ക്വസ്റ്റ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. ലൈൻ സെഗ്മെന്റിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ടീനെ ലിമിറ്റ് ചെയ്യും, 0 മുതൽ 1 വരെയുള്ള റിയൽ നമ്പേഴ്സ്. അല്ലാത്ത ലൈനിന്റെ സാധാരണ ലൈൻസ് ആകുമ്പോൾ ടീനെ ലിമിറ്റ് ചെയ്യില്ല. Find the parametric equations describing the line segment. Find the parametric equations. Find the parametric equations describing the line segment joining. Describing the line segments joining the points
P1 2 4 minus 1 and P2 5 0 7. And the parametric equations describing the line segment joining the line segment line parameter ഈ രണ്ട് പോയിന്റ്സ് കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമ്മൾ ഇന്നലെയും ചെയ്തതാണ്. രണ്ട് പോയിന്റ്സ് കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്താ അറിയാം? നമ്മൾ ആകപ്പാടെ ലൈനിന്റെ ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഫോർമുല ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. എന്താണ്? x0 y0 z0 എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും ai പ്ലസ് bj പ്ലസ് ck എന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ളതുമായ ലൈൻ, ഈ ലൈൻ ഇതാണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, L എന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയുന്ന ഫോർമുല x is equal to x0 plus at, y is equal to y0 plus bt, z is equal to z0 plus ct. ഇവിടെ ടിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇനി നമ്മൾ ഇന്നലെ കണ്ടു രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ, രണ്ട് പോയിന്റ്സ് P1 ഉം P2. P1 എന്ന പോയിന്റിനും P2 എന്ന പോയിന്റിലും കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്ത് മതി? ഈ വെക്ടറിനെ അങ്ങ് മാറ്റുക. കാരണം ഇതിനകത്ത് തന്നെ നമുക്കൊരു ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലൈനിന് പാരലൽ എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആയിട്ട് P1 P2 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വെക്ടർ P1 P2 is a line parallel to the line. Vector P1 P2 is a vector parallel to the line L. We use the point either by P1 or by P2. ഒന്നുകിൽ P1 യൂസ് ചെയ്യാം അല്ലെങ്കിൽ P2 യൂസ് ചെയ്യാം. P1 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതും P1 P2 എന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ളതുമായ ലൈനാണ് L. അല്ലെങ്കിൽ P2 എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും P1 P2 എന്ന വെക്ടറിന് പാരലൽ ആയതുമായ ലൈനാണ് L. ഏതായാലും P1 P2 എന്ന വെക്ടറിന് പാരലാണ്. അത് രണ്ടും സെയിം ആണ്. P1 എന്ന വെക്ടറിൽ കൂടി പാസ് ചെയ്യുന്നതും P1 P2 എന്ന വെക്ടറിന് പാരലൽ ആയതുമായ ലൈൻ തന്നെയാണ് L. P2 എന്ന വെക്ടറിൽ പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതും P1 P2 എന്ന വെക്ടറിന് പാരലൽ ആയതുമായ ലൈൻ തന്നെയാണ്. രണ്ടും L അല്ലെ? രണ്ടും ഒരേ ലൈൻ തന്നെയാണ്. P1 എന്ന വെക്ടറിൽ പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതും P1 P2 എന്ന വെക്ടറിന് പാരലൽ ആയതുമായ ലൈനാണ് L. P2 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതും P1 P2 എന്ന വെക്ടറിന് പാരലൽ ആയതുമായ ലൈനാണ് L. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് P1 P2 എന്ന വെക്ടർ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ ഇവിടെ വെക്ടർ തന്നിട്ടില്ല, രണ്ട് പോയിന്റ്സ് മാത്രമേ തന്നുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. കാരണം ആ പോയിന്റ്സ് തന്നിരിക്കുന്നതിന് ആ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? വാട്ട് ഈസ് വെക്ടർ P1 P2? വെക്ടർ P1 P2 ഈസ് ഏതാ? പൊസിഷൻ വെക്ടർ ഓഫ് P2 അതാരാണ്? 5i plus 0j plus 7k മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് P1 2i plus 4j minus k. എന്ത് വരിക? 5 minus 2 0 minus 4 7 minus 1 7 plus 1. അപ്പോൾ P1 P2 that is P1 P2 vector P1 P2 is a vector parallel to the required line. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണ് വെക്ടർ P1 P2. Vector P1 P2 is a vector parallel to the required line. അപ്പൊ നമുക്ക് കിട്ടി എന്താ? 3i minus 4j plus 8k is a vector parallel to the required line. അപ്പൊ വെക്ടർ ആയല്ലോ. നമുക്ക് ഇതുവരെ വെക്ടർ ഇല്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നല്ലോ. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല വെച്ചിട്ട് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഒരു പോയിന്റും
ആ ലൈനിലെ ഒരു പോയിന്റും ആ ലൈനിന് പാരലായിട്ടുള്ള ഒരു വെക്ടറും അറിഞ്ഞാൽ നമ്മൾ നിഷ്പ്രയാസം ചെയ്യും. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഇല്ല എന്നൊരു വിഷമം നമുക്കുണ്ട്. വെക്ടർ തന്നിട്ടില്ല, അപ്പൊ വെക്ടർ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾ P1 ഉപയോഗിക്കുക, അല്ലെങ്കിൽ P2 ഉപയോഗിക്കുക. രണ്ടും ഉപയോഗിച്ചാലും സെയിം ആൻസർ ആയിരിക്കും. അപ്പോ ഇക്വേഷൻ ഓഫ് എ ലൈൻ passing through the point P1 and parallel to the vector 3i minus 4j plus 8j. That is the next step. Equation of a line passing through P1 2 4 minus 1. ഇനി ആരെങ്കിലും P2 ഉപയോഗിച്ചാലും അവർ തെറ്റ് പറയാൻ പറ്റത്തില്ല, രണ്ടും സെയിം ആണ്. ആൻഡ് പാരലൽ ടു ദ വെക്ടർ P1 P2 ആരാ? 3i minus 4j plus 8j. 3i minus 4j plus 8j is parametric equation ആണ്. X is equal to x0 plus 8t. x0 ആരാ ഇവിടെ? x0 y0 z0 plus 2 4 minus 1 അല്ലേ? y is equal to y0 plus bt. z is equal to z0 plus ct. ഇനി നമുക്ക് ലൈൻ സെഗ്മെന്റ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ ലൈൻ സെഗ്മെന്റ് ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ സെഗ്മെന്റ്. The line segment, thus the line segment joins P1 and P2 is given by x is equal to 2 plus 3t, y is equal to 4 minus 4t, z is equal to minus 1 plus 8t. ലൈൻ സെഗ്മെന്റ് ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ടിന്റെ ലിമിറ്റ് കൂടി കൊടുക്കുക. t varies from 0 to 1. ആണല്ലോ, എളുപ്പമല്ലേ? given x y z x y z is equal to minus 1 0 2 plus t into 1 5 minus 4. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതോ? ഇത് പറയാൻ നമുക്ക് എളുപ്പമല്ലേ? ഇതെന്താണ്? അതായത് x y z is equal to minus 1 0 2 plus t നെ അകത്ത് കയറ്റിയാലോ? t 5t minus 4t. That is x y z is equal to minus 1 plus t 0 plus 5t 2 minus 4t.
ഇനി എക്സ് എന്താവും, വൈ എന്താവും, സെഡ് എന്താവും? എക്സ് മൈനസ് 1 പ്ലസ് ടി. വൈ എന്താ? 0 പ്ലസ് 5t. ഇസഡ് എന്താണ്? 2 മൈനസ് 4t. ഇത് പാരാമെട്രിക് ഇക്വേഷൻ അല്ലേ? ഇത് ആരുടെ പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്? -1 0 2 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നത് i പ്ലസ് 5j മൈനസ് 4k എന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ലൈൻ അല്ലേ? That is the given equation represents a line passing through ഏത് പോയിന്റാ? -1 0 2 and passing through the point, അങ്ങനെ എഴുതാം, through the point -1 0 2 and parallel to the vector ആരാ? I plus 5j minus 4k അല്ലേ? So that is the given equation represents the parametric equation of a line. അങ്ങനെ പറഞ്ഞാൽ കുറച്ചൊന്നല്ലേ? Represents the parametric equation of a line. Parametric equation of a line passing through the point -1 0 2 and parallel to the vector I plus 5j minus 4k. അപ്പോ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?